എടോ, ഇതിനു മുമ്പും ഇതുപോലെ അവന്റെ ശരീരത്തിൽ ആയുർവേദം പയറ്റിയതാ. അന്ന് മരുന്നെടുത്ത് മാറ്റിയും മരുന്നിൽ ചില ചേരുവകൾ അധികം ചേർത്തും അവന്റെ വിധി പൊളിച്ചെഴുതിയത് ഞാനും എന്റെ പെങ്ങളും കൂടിയാ. ഇവിടെ പക്ഷെ അവനെ നോക്കുന്നത് മഹാലക്ഷ്മി അല്ലേ വാമേട്ടാ? അതാണ് കുഴപ്പം. പക്ഷേ അവളുടെ കണ്ണ് തെറ്റുമ്പോ മരുന്ന് മാറ്റിക്കൂടെ പ്രതാപ? തോമസ് വൈദ്യൻ വലിയ തലയെടുപ്പുള്ള ആളൊക്കെ ആയിരിക്കും. എങ്കിലും അയാൾ കൊടുക്കുന്ന മരുന്ന് അകത്ത് ചെന്നാലേ അവന്റെ രോഗം മാറും. അങ്ങനെങ്കിൽ ഇപ്പൊ തന്നെ ആ മരുന്നില് എന്തെങ്കിലുമൊക്കെ ചേർക്കണം വാമേട്ടാ. ഇപ്പൊ വേണ്ട. മരുന്ന് ചെറുതായിട്ടൊന്ന് ഫലിച്ചു തുടങ്ങിയ നമ്മൾ നമ്മുടെ കളി തുടങ്ങും. പ്രതാപ, മഹാലക്ഷ്മിയെപ്പോലൊരു ഭാര്യ അവനൊപ്പം ഉള്ളിടത്തോളം കാലം നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചേ പറ്റൂ. അതെ വാമേട്ടാ, എന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് മാത്രമാണ് ഇപ്പൊ ഞങ്ങളുടെയും മോളുടെയും ആകെയുള്ളൊരു ആശ്വാസം. അല്ലാതെ നോക്കിയാലേ മഹാലക്ഷ്മിയുടെ മുമ്പിൽ എന്റെ മോള് ഒന്നുമല്ലാതായി വാമേട്ട. അത് അവളുടെ മുമ്പ് വെച്ച് പറയാൻ പറ്റൂ. അതുകൊണ്ടാ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ലക്ഷ്മിയുടെ സമാധാനം ഇല്ലാണ്ടാക്കാൻ ഞാനും അമ്മയൊക്കെ മോളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ കമലേശ്വരത്തുള്ള അനന്തരമുള്ള എന്റെ വീട്ടിലേക്ക് മേഘന്റെ കയ്യും പിടിച്ച് വരേണ്ടതാ. അതിനുശേഷം സ്വത്തെല്ലാം മേഘനും മഞ്ജുവും അതുപോലെ ഉണ്ണിയും കരുണമോളും മാത്രം അനുഭവിക്കാനുള്ളതാ. അതിനാണ് ഇപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞവള് കരിന്തിരി വീഴ്ത്തിയിരിക്കുന്നത്. അതിനൊപ്പം കണ്ണനും കൂടി ഉയർത്തെഴുന്നേക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ. പിന്നെ ഞാൻ സമ്മതിക്കോ ഓമേട്ടാ? അങ്ങനെങ്കിലേ ഒരിക്കൽ കൂടി അവന്റെ കാറിന്റെ പിന്നാലെ എന്റെ ലോറി പായും. ഒരബദ്ധം പറ്റി, എന്നാൽ ഇനി അത് ആവർത്തിക്കില്ല. ഇനി അവന്റെ ആയുസ് എടുത്തിട്ടേ എന്റെ ടിപ്പർ തിരിച്ചെത്തുള്ളൂ. എന്താടാ, അന്ന് നീ ലോറിയുമായി പോയില്ലേ ആളെ കൊല്ലാൻ? എന്താ സാറേ സാറി പറയുന്നത്? ഓ, അവനൊന്നും അറിയത്തില്ല. നീ ഡ്രൈവ് ചെയ്തിരുന്ന ലോറിയല്ലേടാ ഒരു കാറിന്റെ പിന്നിൽ പാഞ്ഞു കയറിയത്? അയ്യോ സാറേ, ഒന്നും പറയണ്ട. കാർ ഇടിച്ച് തകർത്തിട്ട് നീ നിർത്താതെ നിന്റെ വണ്ടി ഓടിച്ചു പോയി. നിന്റെ ലോറി ഞങ്ങൾ പോലീസുകാരും മണത്തറിയില്ലെന്ന് കരുതിയോ നീ? ആ കാറിന്റെ അവകാശി ചില്ലറക്കാരനൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി കൃത്യമായി ചെയ്തടാ. അപ്പോഴാണ് നീയാണ് പ്രതിയെന്നറിഞ്ഞത്. എവിടെ ഉണ്ടടാ ലോറി ഇപ്പോ? അത് പിന്നെ സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് നിന്നെ കൊണ്ടത് പറയിച്ചോളാം. എന്തായാലും നിനക്കൊപ്പം ലോറിയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അയ്യോ, കേരള അങ്ങോട്ട് പിടിച്ചു കയറ്റുവനെ. ഇങ്ങോട്ട് വാടാ. കേരള അങ്ങോട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.